രാവിലെ തന്നെ ജിബിനാസുക്ക് ജിന്ന് എറിയെന്ന് തോന്നുന്നു. പട്ടേറിയാൻ വെച്ചിരുന്ന പഴയ പുട്ടൊക്കെ എടുത്ത് പൊരിക്കണം. ഇക്ക ചിന്തിക്കുന്ന അത്ര ചന്ദ്രയാൻ 2 ചുമക്കാൻ പോലും ചിന്തിക്കൂല. ഇങ്ങേറെ ചാനലിലുള്ള അത്രയും ചേഞ്ച് ചാന്ദിനി ചൗക്കിലെ ചോർ ബസാറിൽ പോലും കാണൂല. പുട്ട് കണ്ടുപിടിച്ചത് പെട്ടെന്നുണ്ടാക്കി പടയെന്ന് തിന്നാനാണ്. ഇതിപ്പോ ഉണ്ടാക്കണമെങ്കിൽ 12 വർഷം പാചകം പ്രാക്ടീസ് ചെയ്യാൻ പോലെ പല്ല് ഇടിക്കുമല്ലേ. ബാക്കി വന്ന ഈ പുട്ടുണ്ടനെ വെച്ച് ഉണ്ടാക്കിയ പലഹാരത്തിനെ നമുക്ക് പുട്ടാലു എന്ന് വിളിക്കാം. ബാക്കി വന്ന പുട്ടല്ല നീ, ഇന്ന് മുതൽ ഭാഗ്യം ചെയ്ത പുട്ടാണ് നീ. ബാക്കി നിന്ന് കുത്തേറ്റ് വന്ന നിന്നെ ഇനി മുതൽ ബാങ്ക് ലോക്കറിൽ വെക്കേണ്ടി വരുമോ? ബാക്കി വന്ന പുട്ട് കാടി വെള്ളത്തിൽ നിന്ന് കോരി എടുക്കാൻ ഈ വീഡിയോ കാരണമാകും എന്നുള്ളത് കൊണ്ട് വീട്ടുകാരെ കാണിക്കാതിരിക്കാൻ കണ്ണ് കെട്ടി വെക്കണം. ഇതിപ്പോ പഴയ പുട്ട് മാത്രമല്ലല്ലോ, പാചകപ്പുരം മൊത്തം ഉണ്ടല്ലോ. കുട്ടിക്കൂറ പൗഡറും വേ പ്രോട്ടീനും ഒക്കെ ഇടുന്നു. പഴം മാത്രമേ എന്റെ അടുത്ത് പരിചയം കാണിച്ചോളൂ. 10 രൂപയുടെ പുട്ട് പരിഷ്കരിക്കാൻ 10,000 രൂപയുടെ പ്രോഡക്ട്സ് അയക്കാം. പുട്ടും പഴവും പപ്പടവും പയറും കൂട്ടി തിന്ന് പുട്ട് ബാക്കി ഒരു നോക്കി കുഴപ്പമില്ലല്ലോ. പഴയ മീൻകറി വല്ലതും ഉണ്ടെങ്കിൽ പഴയ പുട്ടിനോട് തിന്നങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. പഴയ പിച്ചാത്തി പോലും കളയാത്ത ഇക്കയ്ക്ക് പഴയ പുട്ടൊക്കെ എന്ത്. ഇത് ഉന്നക്കായല്ലേ അല്ലേ? എന്തായാലും ശരിക്കാ, വളരെ നന്ദിയുണ്ട്.